Good afternoon, all. Good afternoon, ma'am. Okay. ഇന്നത്തെ എന്റെ ക്ലാസ് മിസ്റ്റർ എമർജൻസി ഒക്കെ ലീവാണ്, അതുകൊണ്ട് എന്റെ പോർഷൻ തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആയിരുന്നു അല്ലേ? ഹ്യൂമൻ റിലേഷൻഷിപ്സ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? അതില് നമ്മള് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് നോക്കി അല്ലേ? ഹ്യൂമൻ റിലേഷൻഷിപ്പില് ഫസ്റ്റ് നമ്മൾ ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് നോക്കി. ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ നല്ല രീതിയിൽ വാർത്തെടുക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സിന് കുട്ടികളെ കറക്റ്റ് ചെയ്ത് അവരെ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അസൈൻ ചെയ്യാനും അവർക്ക് വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ടീച്ചേഴ്സ്. നെക്സ്റ്റ് ആണ് ലേണേഴ്സ് റിലേഷൻഷിപ്പ്. സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മളുടെ പീപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് വരും അല്ലെ? അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഇമോഷൻ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് ഈ ലേണേഴ്സ് റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. കഴിഞ്ഞ് ലാസ്റ്റ്ലി ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിട്ട് ടീച്ചേഴ്സ് തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ കോപ്പറേഷനും ഏതൊരു സ്ഥാപനത്തിലും വേണം. ഇപ്പൊ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഞാൻ പറഞ്ഞു, ഞങ്ങൾ ടീച്ചേഴ്സ് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും കോപ്പറേഷനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ എല്ലാവരും ടീച്ചർ പറയുമ്പോൾ ആ ഒരു ടീമിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നാണ്. ഇപ്പൊ ടീച്ചേഴ്സ് ആ ഒരു ടീം എന്നുള്ള ഒരു മൈൻഡാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വരുന്നത്. സോ ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒരു കമ്പനിയുടെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഭാവിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് ഞാൻ ആ PDF ഷെയർ ചെയ്യാം. ശ്രദ്ധിക്കാം. നമ്മള് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് വരെ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻസ്. നമ്മൾ ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കണം? ടീച്ചേഴ്സ് ഗെറ്റ് എ സ്പേസ് ടു കം ഇൻ കോണ്ടാക്ട് വിത്ത് അഡ്മിനിസ്ട്രേറ്റർ ഇൻ ദയർ ഡെയിലി റുട്ടീൻ ഓഫ് വർക്ക്. അപ്പൊ നമ്മള് ടീച്ചേഴ്സിന് അഡ്മിനിസ്ട്രേറ്ററായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു സ്പേസ് വേണം. ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ആ വർക്കിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. Then and develop harmonious relation with them. നമ്മൾ നല്ല ഐക്യത്തോടു കൂടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒപ്പം തന്നെ നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. As long as administrator do not in authorizing, the teachers are attentive of their role within the democratic setup. നമ്മളോട് ഒരു എന്താ പറയാ, അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമുക്ക് ഭയങ്കരമായിട്ട് അതോറിറ്റിയും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? ആളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഒരു ഭയമായിരിക്കും. പക്ഷെ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആളോട് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കാനും നമ്മുടെ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും. ഇപ്പൊ സപ്പോസ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റ് എന്നല്ല, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ടൊരു മനസ്സും ആള് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. However, interpersonal difficulties are encountered in it is natural to form one of the person to project the problem on another. അപ്പൊ മേ ബി ഒരു ഓർഗനൈസേഷൻ ആണ്, അവിടെ ഇന്റർപേഴ്സണൽ ഡിഫിക്കൽട്ടീസ് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരാള് നമ്മളോട് അല്ലെങ്കിൽ നമ്മളോട് വാഗ്വാദത്തിൽ വരാനും നമ്മളെ ബ്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ് മറ്റൊരാളെ ബ്ലെയിം ചെയ്യാത്ത രീതിയിൽ നമ്മൾ ആ ഹ്യൂമൻ റിലേഷൻസിന് വാല്യൂ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അത് സോൾവ് ചെയ്യുന്നത് ആരാണ്? Administrator. Instead of blaming each other, the human relation can be maintained if each thing in terms of the deficiency on this part which could have been responsible for the problems created in working with others.
മറ്റുള്ളവരായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ ബ്ലെയിം ചെയ്യാതെ ആ റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യാൻ അഫക്ട് ചെയ്യാത്ത രീതിയിൽ സോൾവ് ചെയ്യണം. ഇപ്പൊ ടീച്ചേഴ്സ് തമ്മിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യുന്നത് മെയിൻലി ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് വിശ്വസിച്ച് തന്നെ പറയാം, ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ആള് ഞങ്ങളുടെ ഒപ്പം സപ്പോർട്ടായിട്ട് നല്ല സപ്പോർട്ടീവായിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ടാണ് എന്തൊരു പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെയാണ് സെൽഫ് അസസ്മെന്റ് ഹെൽപ്സ് ഇൻ dispose of many of the weakness and problems and develop interpersonal skill. അപ്പൊ സെൽഫ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ തന്നെ സ്വയമേ നമുക്ക് അസസ്മെന്റ് ചെയ്യാം. നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ പ്രോബ്ലംസ് എന്താണ്, ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഈച്ച് ബിക്കംസ് ടോളറന്റ് ഓഫ് others as he is aware of others point of view. മറ്റുള്ളവരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഫർദർ അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് എക്സിബിറ്റ് ബിലീഫ്സ് ഇൻ വർക്ക് ഓഫ് ഓൾ ഹിസ് ഫാക്കൽറ്റി മെമ്പേഴ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളെ അസൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ വിശ്വസിച്ച് നമ്മൾ അത്രയും വാല്യൂ ചെയ്തിട്ടാണ് നമ്മളിലേക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്നത്. റെസ്പെക്ട് ദം, നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെസ്പെക്ട് ചെയ്യണം. സീൻസ് ഇറ്റ് ഓൾ ദാറ്റ് ഓൾ ലീവ് ആൻഡ് വർക്ക് ഇൻ ഹാർമണി. നമ്മളെല്ലാവരും ഈ ഒരു റെസ്പെക്റ്റോട് കൂടിയും നല്ലൊരു ഹാർമണിയോട് കൂടിയും വർക്ക് ചെയ്യണം. ഹി ഷുഡ് ഹാവ് special skill to work with individuals as well as group in such way that a good relationship is maintained. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ സ്കിൽസും കാര്യങ്ങളും വേണം. ഇൻഡിവിജ്വൽസിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സ്പെഷ്യൽ സ്കിൽസും കാര്യങ്ങളും വേണം. അതേപോലെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല, നമ്മൾ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആ ഗ്രൂപ്പും കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് ആ ഒരു സ്പെഷ്യൽ സ്കിൽസും കാര്യങ്ങളും മാത്രം വേണം, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞത്. വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രണ്ട് വ്യക്തികളാണ് ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് ടീച്ചേഴ്സിന് ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കോൺടാക്ട് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. സോ നമ്മളൊരു ഹാർമോണസ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എപ്പോഴും നല്ല ഐക്യത്തോടു കൂടി തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ടീച്ചേഴ്സും മുന്നോട്ട് പോകേണ്ടത്. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് എന്നുള്ള രീതിയിലായിരിക്കണം അത് മുന്നോട്ട് പോകാൻ. രണ്ടുപേരുടെ അഭിപ്രായങ്ങളും രണ്ടുപേരും വാല്യൂ ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വാല്യൂ ചെയ്യുന്ന പോലെ നമ്മൾ പറയുന്ന സജഷൻസ് അഡ്മിനിസ്ട്രേറ്ററും വാല്യൂ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ സെൽഫ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പ്രോബ്ലംസും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സെൽഫ് അസസ്മെന്റ് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എതിർക്കാനൊന്നും പാടില്ല. നമുക്ക് ന്യായം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മളെ അധികം അഫക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഓരോ ഇൻഡിവിജ്വൽസിനെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്പെഷ്യൽ സ്കിൽസ് വേണം. അതേപോലെ ഈ ഇൻഡിവിജ്വൽസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്പെഷ്യൽ സ്കിൽസ് വേണം. എല്ലാവരായിട്ട് ടീച്ചേഴ്സ് ആയിട്ടും മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ആയിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ശ്രദ്ധിക്കണം. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻ. കാര്യം ചോദിച്ചോട്ടെ? ഗൗതമി പറഞ്ഞു. മാം, ഇതേപോലെ സെമിനാറിന്റെ ടോപ്പിക്ക് കൊടുക്കുന്നത് കഴിഞ്ഞു. ഞാനിത് ഫാമിലിയിൽ ഒരാളുടെ മരണം ഉണ്ടായി. അപ്പൊ അത് കാരണം കുറച്ച് നാളായിട്ട് ക്ലാസ്സിനൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ സെമിനാർ എടുത്തിട്ടില്ല. അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കേടാ, എന്റെ ടോപ്പിക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ എക്സാമിന് എന്റെ പോർഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ മോൻ സെമിനാർ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് മോൻ ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു ടോപ്പിക് സെമിനാർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. സെമിനാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. വൈവേ കണ്ടക്ട് ചെയ്യൂലേ? വൈവേ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു 5 minutes
അല്ലെങ്കിൽ 2 minutes കൊണ്ട് മോൻ ടോപ്പിക് ആ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാം. മീൻസ് ഞാൻ PG ആണ്, ഞാൻ സെമിനാർ എടുത്തിട്ടില്ല ക്ലാസ്സിൽ ഇതുവരെ, എന്റെ ടോപ്പിക് ഇന്നതാണ്, ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻഷിപ്പ് ആണ് എന്റെ ടോപ്പിക്. അപ്പൊ ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈവൻ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാം. ഇപ്പോൾ നോക്കി വായിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വൈവേ ആവുമ്പോൾ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് തന്നെ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഫുള്ളായിട്ട് ബൈ ഹാർട്ട് പഠിക്കണം എന്നല്ല, ഫുള്ളായിട്ട് ഇങ്ങനെ ജസ്റ്റ് സെന്റൻസ് ബൈ സെന്റൻസ് വായിക്കില്ലേ, അത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കൺവേ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാട്ടോ. മനസ്സിലായോ? ഈ ഫുള്ള് നോക്കി ഇങ്ങനെ ഇംഗ്ലീഷിൽ ഫുള്ളായിട്ട് ശ്വാസം വിടാതെ ഇങ്ങനെ റീഡ് ചെയ്യില്ലേ, അത് എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഒന്നില്ലെങ്കിൽ അങ്ങനെ വൈവ് എടുക്കുക, വൈവില് സെമിനാർ എടുക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യട്ടോ. റീഡ് ചെയ്ത് നോക്കിയോ? ഇനി ടീച്ചേഴ്സ് മെയിൻ ആയിട്ട് വരുന്ന റിലേഷൻ ആണ് ടീച്ചേഴ്സും കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്. സൊസൈറ്റി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്. അപ്പൊ ടീച്ചേഴ്സ് ഡു നോട്ട് ടു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ഗുഡ് കോമ്പറ്റബിലിറ്റി വിത്ത് ലേണേഴ്സിന്റെ എഡ്യൂക്കേഷണൽ കോമ്പറ്റൻസി മാത്രം കൂട്ടുക എന്നുള്ളതല്ല എന്ത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം. Other teachers and administrators, but also have to create a sound relation with the parents and other community members. അപ്പൊ അഡ്മിനിസ്ട്രേറ്റേഴ്സും ടീച്ചേഴ്സും ലേണേഴ്സും മാത്രമായിട്ടല്ല ടീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പ് വരുന്നത്, അവിടെ പാരന്റ്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നല്ല സൗണ്ട് ആയിട്ടുള്ള നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതും കൂടി ടീച്ചേഴ്സിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. This sort of relationship has a considerable effect on the success of the student's effort. അപ്പോ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് കുട്ടികളുടെ സക്സസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൺ ദ പവർ ഓഫ് ദ ടീച്ചർ, ടീച്ചേഴ്സിന്റെ പവറും നല്ല രീതിയിൽ നമുക്കറിയാലോ. ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ കുട്ടികളെ തിരുത്താനും കറക്റ്റ് ചെയ്യാനും അവരിൽ നല്ല ക്വാളിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റുന്നത് ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. The teachers community relationship extend beyond the parent group and enable them to participate as good citizen of the community. അപ്പോ ടീച്ചേഴ്സിനും കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് മെയിൻ ആയിട്ട് പാരന്റ്സ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നല്ല സിറ്റീസിനെ, നല്ല പൗരന്മാരെ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പിന്റെ എയിം തന്നെ. സിൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എ കമ്മ്യൂണിറ്റി ഇൻവോൾവ് എ നമ്പർ ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മൾ ഈ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ഒരുപാട് വ്യക്തികളായിട്ടുള്ള റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. കോഷൻ ഷുഡ് ബി വാച്ച്വേർഡ്, റിയലൈസിംഗ് ഹിസ് മേജർ റെസ്പോൺസിബിലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ടീച്ചറിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദ ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്മ്യൂണിറ്റി ഷുഡ് ബി കോർഡിനൽ. അതേപോലെ തന്നെ ഒരു
നമ്മുടെ ടീച്ചേഴ്സും കമ്മ്യൂണിറ്റി സമൂഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല കോർഡിനൽ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, കോപ്പറേറ്റീവ് ആയിരിക്കണം. ആൻഡ് ഇന്റർപ്ലേ ഓഫ് ചെയിൻ ഓഫ് റിലേഷൻഷിപ്പ് ഈസ് ആന്റിസിപ്പേറ്റഡ് ഇൻ സച്ച് സിറ്റുവേഷൻ ആൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ടീച്ചേഴ്സ് ടു അവോയ്ഡ് ഓവർ കമ്മിറ്റിംഗ് വിത്ത് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സും കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നല്ല പൗരനെ വാർത്തെടുക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ സമൂഹവും ടീച്ചേഴ്സും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മളുടെയൊക്കെ ചെറുപ്പത്തില് ടീച്ചർമാരെന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഇപ്പോഴും അതെ നല്ല റെസ്പെക്ട് കിട്ടുന്നൊരു ജോലി തന്നെയാണ് ടീച്ചർമാരെന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു കുട്ടിയുടെ ലൈഫ്, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ലൈഫിലെങ്കിലും ചെറിയൊരു മാറ്റമെങ്കിലും വരുത്താൻ കഴിയാവുന്ന ഒരു നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ നല്ലൊരു ജോബ് തന്നെയാണ് എന്റെ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ടീച്ചിങ്ങിലൂടെ നമ്മൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, മറ്റു ക്വാളിറ്റീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ഭാവിയിൽ നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പും കാര്യങ്ങളും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കിയ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്. ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് സമ്മതിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡൻസ് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആണ്. കോളേജ് ക്യാൻ കുറച്ചുകൂടി വലിയ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. College can seek several courses of action to direct students' discontent and frustration into
കൺസ്ട്രക്റ്റീവ് ചാനൽസ്, നമുക്ക് ഡിസ്കണ്ടിന്യൂയിങ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് കോളേജുകൾക്ക് സെവറൽ കോഴ്സും ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സ്റ്റുഡൻസ് ക്യാൻ ഇൻവോൾവ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ്. കുട്ടികൾക്ക് ഡെയിലി ആക്ടിവിറ്റീസിൽ, ആനുവൽ ഫംഗ്ഷൻ, കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ കോളേജ് സിസ്റ്റമായിട്ട് കുറച്ചും കൂടി പക്ഷെ അതിലോട് കുറച്ചും കൂടി ഇഴുകി ചേരാനായിട്ട് പറ്റും. അതിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സജഷൻസ് ആണ് ഈ പറയുന്നത്. സം ഓഫ് ദി സജസ്റ്റഡ് പ്രോഗ്രാംസ് ആർ ഫോളോയിങ്. നമ്മൾ കോളേജൊക്കെ ആയിട്ട് സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ഇഴുകി ചേരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് പറയുന്നത്. കോളേജ് ഷുഡ് പ്രൊവൈഡ് two-way കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. കോളേജുകൾ two-way കമ്മ്യൂണിക്കേഷൻ ചാനൽസ് പ്രൊവൈഡ് ചെയ്യാം. ദർ ഷുഡ് ബി എ റെഗുലർ അവൈലബിലിറ്റി ഫോർ ഡയലോഗ് എമംഗ് സ്റ്റുഡൻസ്, ടീച്ചർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് പ്രൊവൈഡ് ചെയ്യാം. Each college should be design its own program of student involvement, and this will entail more than give a new life to the student government. അപ്പോൾ കോളേജ് ഓൺ പ്രോഗ്രാംസ് സ്റ്റുഡൻസ് ഇൻവോൾവ് ചെയ്തിട്ട് ഓൺ പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റുഡന്റ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയാ ഇലക്ഷൻ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ചെയർപേഴ്സണെ ഒക്കെ സെലക്ട് ചെയ്യുന്നതും ആ ചെയർപേഴ്സണിന്റെ കീഴിൽ വരുന്ന മെമ്പേഴ്സിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റുഡൻസ് ഷുഡ് ബി ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലീഡ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. സ്റ്റുഡൻസിനെ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിപ്പാർട്ട്മെന്റൽ ഫാക്കൽറ്റി മീറ്റിംഗ്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഫാക്കൽറ്റി മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. ടു ഇവാലുവേറ്റ് അക്കാഡമിക് ഗ്രോത്ത് ഓഫ് ദർ പിയേഴ്സ്. ദ ക്ലാസ് ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. The mere knowledge of the availability of such opportunity heighten the student body to work close combination with the teachers and administrator, faring rather than stand against them. ടീച്ചേഴ്സിനെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും എതിർത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർഡ് അത് അവൈലബിൾ ആണെങ്കിൽ ഒരു പരിധി വരെ കോളേജിലൊക്കെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. കോളേജ് ഷുഡ് ഓഫർ കോഴ്സ് ഓൺ adolescent behavior, understanding a college environment, and how to bring about institutional changes. നമ്മൾ കോളേജുകളിൽ അഡോളസന്റ് ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള കോഴ്സോ അല്ലെങ്കിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലതായിരിക്കും. കോളേജ് എൻവയോൺമെന്റ് മനസ്സിലാക്കാനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് കൊണ്ടുവരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. The widespread student unrest definitely indicate that there is something wrong with the system and that change and reform are necessary. അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ റോങ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ അവർക്ക് തന്നെ തോന്നുന്നില്ല മാറ്റം വരുത്തേണ്ടതാണ്, ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളത്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ടീച്ചർ must meet the challenges of the youth and solve that problem. അപ്പൊ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനും ടീച്ചേഴ്സും ഈ ചലഞ്ചസും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. They must help the student with non-violent and constructive programs. നോൺ വയലൻസിലൂടെ മാത്രമേ സ്റ്റുഡൻസിന് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വഴക്ക് പറഞ്ഞോ ഉപദ്രവിച്ചോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ട കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസിലൂടെ നമുക്ക് അവരെ മാറ്റിയെടുക്കേണ്ടതാണ്. സം ഓഫ് ദി സ്റ്റുഡൻസ് ഡിമാൻഡ് മേ ബി ആന്റി എഡ്യൂക്കേഷണൽ. ചില സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആന്റി എഡ്യൂക്കേഷണൽ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. College can reform, but it should follow its educational function. നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താമെങ്കിലും പക്ഷെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ആണ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കോളേജ് ഷുഡ് സ്റ്റാൻഡ് ഫേം ഓൺ ദെയർ പ്രൊഫഷണൽ prerogative, but at the same time consider students' demand if they follow the general principles and functions of the education. അപ്പൊ നമ്മള് കുട്ടികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളും എടുക്കണം. അതേപോലെ തന്നെയാണ് സ്റ്റുഡൻസിന്റെ ഡിമാൻഡ്സും കാര്യങ്ങളും അവർ ജനറൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടോ, എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കോളേജ് ഷുഡ് ട്രൈ ടു ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ റിപ്പീറ്റിവിറ്റി വിത്ത് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എപ്പോഴും കോളേജും അതേ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. റെസ്പെക്ടിവിറ്റി അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി. റെസ്പെക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ
അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെ അവരും ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും തിരിച്ച് അവരുടെ പീപ്പിൾസിനെ റെസ്പെക്ട് ചെയ്യണം. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യണം. നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ അടുത്തേക്ക് വിടുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉറപ്പ് നൽകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. അത് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ സ്റ്റുഡൻസ് ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഒന്ന് വായിച്ചേ. ഒരു 5 മിനിറ്റ്സ് വേഗം വായിക്കാം കേട്ടോ. ഓക്കെ,
ഇനി നമ്മൾ നോക്കുന്നത് സപ്പോർട്ടിംഗ് ഡിവൈസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. നമ്മൾ ക്ലാസ് റൂം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിവൈസും കാര്യങ്ങളും വേണം. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. Classroom management is not adequate enough to realize the objective of education. Classroom management എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, therefore the supporting device of classroom management are used in this content. അപ്പൊ നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റിൽ സപ്പോർട്ടീവ് ഡിവൈസ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. The following are the common supportive device of classroom management. താഴെ പറയുന്നതാണ് ക്ലാസ് റൂം മാനേജ്മെന്റിനെ സംബന്ധിച്ച് സപ്പോർട്ടീവ് ഡിവൈസ് എന്ന് പറയുന്നത്. ലബോറട്ടറി എക്സ്പെരിമെന്റേഷൻ, നമ്മൾ ചിലപ്പോ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആവട്ടെ, ലബോറട്ടറി എക്സ്പെരിമെന്റേഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. ലബോറട്ടറി എക്സ്പെരിമെന്റ്സിലൂടെയും കാര്യങ്ങളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാകും. ചിലപ്പോൾ ഫീൽഡ് വർക്കിലൂടെ മനസ്സിലാവും. ചിലപ്പോൾ ലൈബ്രറി സ്റ്റഡി എന്ന് പറയുന്നത് ബുക്സ് റെഫർ ചെയ്യുന്നതിലൂടെ മനസ്സിലാവും. എഡ്യൂക്കേഷണൽ എക്സ്കർഷൻ, ഫീൽഡ് ട്രിപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവും. ഹോം അസൈൻമെന്റ്സ്, നമ്മൾ വീട്ടിൽ ചെന്ന് സ്വയം അസൈൻമെന്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കും. സെൽഫ് സ്റ്റഡി ഓർ അസിമിലേഷൻ, സ്വയം പഠിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ട്യൂട്ടോറിയൽ ഫോർ റെമഡിയൽ ടീച്ചിങ്, ചിലപ്പോ ഈ സപ്പോർട്ടിംഗ് ഡിവൈസിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. എല്ലാ കുട്ടികളും ഓരോ ലെവൽ ഓഫ് എന്താണ് സ്റ്റഡിങ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നോളജ് ആയിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളിൽ പിന്നോട്ടുള്ള കുട്ടികൾക്ക് റെമഡിയൽ ടീച്ചിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ആക്ഷൻ റിസർച്ച്, ഗൈഡൻസ് സർവീസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, സപ്പോർട്ടീവ് ഡിവൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ദീസ് സപ്പോർട്ടീവ് ഡിവൈസ് ആർ നെസസറി ഇൻ ഡിഫറെന്റ് സ്കൂൾ സബ്ജക്ട്. ഈ സപ്പോർട്ടീവ് ഡിവൈസ് ഓരോ സബ്ജക്ട്സ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. The laboratory experiments is needed in science subject. Laboratory experiments ആണെങ്കിൽ സയൻസ് സബ്ജക്റ്റിലാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയിലൊക്കെയാണ് ലബോറട്ടറി എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും വരുന്നത്. ഫീൽഡ് വർക്ക് ഇസ് ഡൺ ഇൻ അഗ്രികൾച്ചർ, സയൻസ്, ജോഗ്രഫി സബ്ജക്ട്. ഫീൽഡ് വർക്ക് നമ്മൾ അവരുടെ ഫീൽഡിൽ ചെന്ന് കാര്യങ്ങൾ പഠിക്കാനുള്ളത് അഗ്രികൾച്ചർ, സയൻസ്, ജോഗ്രഫി സബ്ജക്റ്റിലാണ് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ എക്സ്കർഷൻ ആർ ഓർഗനൈസ്ഡ് ഫോർ ഹിസ്റ്റോറിക്കൽ പ്ലേസ്. നമ്മൾ എഡ്യൂക്കേഷണൽ എക്സ്കർഷനും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്ക് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഹിസ്റ്ററിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ജിയോഗ്രഫിക്കൽ ആൻഡ് റിലീജിയസ് പ്ലേസുകൾ, ജിയോഗ്രഫിക്കൽ പ്ലേസ്, റിലീജിയസ് ആയിട്ടുള്ള പ്ലേസിലോട്ടൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ച്, ഹിസ്റ്ററിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ധാരണ ഉണ്ടാവും. ഹോം അസസ്മെന്റ്, സെൽഫ് സ്റ്റഡി, ലൈബ്രറി സ്റ്റഡി ഫോർ മെറ്റബോളിസം പ്രോസസ്. നമ്മളുടെ സ്വയം വിലയിരുത്തലിന്റെ, സ്വയം പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഹോം അസസ്മെന്റ്, ഹോം അസൈൻമെന്റ്, സെൽഫ് സ്റ്റഡി, ലൈബ്രറി സ്റ്റഡി ഒക്കെ വരുന്നത്. ട്യൂട്ടോറിയൽ ക്ലാസ്സസ് ആർ അറേഞ്ച്ഡ് ഫോർ ദ ടീച്ചിങ് ഫോർ വീക്ക് ചിൽഡ്രൻ. റെമഡിയൽ ക്ലാസ് ഉണ്ടല്ലോ, അത് ടീച്ചിങ് പഠിക്കാൻ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. The classroom management is for normal students and tutorials are organized as a supportive device for remedial teaching. Classroom management ആർക്കാണ്, നോർമൽ സ്റ്റുഡൻസിന് അറേഞ്ച് ചെയ്യാം. അതേപോലെ വീക്ക് ആയിട്ടുള്ള റെമഡിയൽ ടീച്ചിങ് ആർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വീക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് വേണ്ട റെമഡിയൽ ക്ലാസ്സും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. It is an individualized teaching activity of the students and the problems of teaching learning are solved by using actions, research and guidance service. So individual teaching വേണ്ട കേസുകൾ ഉണ്ടാവും കുട്ടികൾക്ക്, ഇൻഡിവിജ്വൽ അറ്റൻഷനും കാര്യങ്ങളും വേണ്ട കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, ടീച്ചിങ് ലേണിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യുകയും ചെയ്യണം. അതിനുവേണ്ട ആക്ഷൻസും കാര്യങ്ങളും എടുക്കുക. ദെൻ ദ ടീച്ചേഴ്സ് റോൾ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ടീച്ചേഴ്സ് റോൾ ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിനെ സംബന്ധിച്ച് ഒരു ടീച്ചർ എന്ന റോൾ ഉണ്ട്. അതുകൂടാതെ ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ മാനേജർ എന്നുള്ള റോൾ ഉണ്ട്, ഫിലോസഫർ എന്നുള്ള റോൾ ഉണ്ട്, ഗൈഡ് എന്നുള്ള റോൾ ഉണ്ട്, റിസർച്ചർ എന്നുള്ള റോൾ ഉണ്ട്, പിന്നെ മാനേജർ പറഞ്ഞോളി ലീഡർ എന്നുള്ള റോൾ ഉണ്ട്. ഇത്രയും റോളുകളാണ് ടീച്ചർ ക്ലാസ് റൂമിൽ വഹിക്കുന്നത്.
The role, teachers' role in classroom management. Teachers is the principal component of the classroom management. ഒരു ക്ലാസ്റൂമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണന്റ് ആരാണ്? ടീച്ചറാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ആരാണ്? ടീച്ചറാണ്. He has to play several roles as manager, philosopher, guide and friend. അപ്പോൾ ടീച്ചറാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോൾസുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. മാനേജർ, ഫിലോസഫർ, തത്വചിന്തകന്മാര്, വഴികാട്ടി, ഫ്രണ്ട് എന്നുള്ള റോളുകളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. He has the authority. ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് ഫുൾ അതോറിറ്റി ആർക്കാണ്? ടീച്ചർക്കാണ്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ടീച്ചേഴ്സിനാണ്. അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം, ലീഡർഷിപ്പ്, ക്വാളിറ്റീസ് ഒക്കെ ആർക്കാണ്? ടീച്ചർക്കാണ്. മാനേജിങ് ദി ക്ലാസ് റൂം ആക്ടിവിറ്റി, ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം, അധികാരം, റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ്, ക്വാളിറ്റീസ് ഒക്കെ ആർക്കാണുള്ളത്? ടീച്ചേഴ്സിനാണ്. He has to employ a suitable model of discipline, strategy and technique of teaching. ഓരോ ടീച്ചേഴ്സിനും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡൽ ഓഫ് ഡിസിപ്ലിനും സ്ട്രാറ്റജിക്സും ടീച്ചിങ് മെത്തേഡ്സും ടെക്നിക്സും കാര്യങ്ങളും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. He has to be maintain empathy with the students and social relation with his colleagues and principals. അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് നല്ലൊരു എംപതി, നല്ല സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക, അവരായിട്ട് നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ കൊളീഗ്സ് ആയിട്ടും പ്രിൻസിപ്പൽ ആയിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ടീച്ചർക്കുണ്ട്. Some of the important role have been discussed here. നമ്മുടെ ടീച്ചേഴ്സിന്റെ ഇമ്പോർട്ടന്റ് റോളുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് റോൾ ആസ് എ ടീച്ചർ. ടീച്ചർ ഈസ് എ നോബിൾ പ്രൊഫഷൻ. ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കുലീനമായിട്ടുള്ള, നോബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബാണ് എന്റെ ടീച്ചിങ് എന്ന് പറയുന്നത്, പ്രൊഫഷൻ ആണ്. ടീച്ചേഴ്സ് ഇസ് എൻ ഐഡിയൽ ഫോർ ദി സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ഫോർ ദി സൊസൈറ്റി. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് സ്റ്റുഡന്റിനെ സംബന്ധിച്ച് റോൾ മോഡൽ ആണ്, അതേപോലെ നമ്മുടെ സൊസൈറ്റിക്ക്. He should look like a teacher, behave like a teacher. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറെ പോലെ കാണാനും ബിഹേവ് ചെയ്തിരിക്കണം. The important role which influence most students. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് സ്റ്റുഡൻസിനെയും എല്ലാ സ്റ്റുഡൻസിനെയും എന്ത് ചെയ്യാൻ പറ്റണം? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. How we dresses in the classroom, how address സ്റ്റുഡൻസ്. അപ്പൊ എങ്ങനെയാണ് ടീച്ചർ ക്ലാസ് റൂമിൽ ഡ്രസ് ചെയ്യുന്നത്? അവരുടെ എന്താണ് നോൺ വെർബൽ ലാംഗ്വേജ് ആണ് ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കുട്ടികൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ എങ്ങനെയാണ് കുട്ടികളെ അഡ്രസ് ചെയ്യുന്നത്? ക്ലാസ് റൂമിൽ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? Then he must know the students, that is entire behavior, social cultural background. നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് അവരുടെ entire behavior, സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് റോൾ പറയുന്നത് റോൾ ആസ് എ ഫിലോസഫർ ആണ്. The main job a teacher is to interact with the knowledge of the subject content. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്ന ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ എടുത്തിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്ട് നോളജ് കുട്ടികൾക്ക് പാസ് ചെയ്യാനുള്ളതാണ്. He must have the literacy of the subject and latest development of the subject. അതേപോലെ ആ സബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ ആർക്കുണ്ടാവണം? ടീച്ചർക്ക് ഉണ്ടാവണം. അതേപോലെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. You should have the interest in the subject. ടീച്ചർക്ക് ആ ഒരു സബ്ജക്റ്റിനോട് നല്ല ഇൻട്രസ്റ്റ് വേണം. Research study have found that mastery of the subject is powerful predictor of the teacher effectiveness. നമ്മൾ ആ സബ്ജക്ട് നല്ല രീതിയിൽ മാസ്റ്റർ ആണെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് റോൾ ആണ് റോൾ ആസ് എ ഗൈഡ്. ടീച്ചേഴ്സ് ജോബ് ഈസ് ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് വിത്ത് ദർ പേഴ്സണൽ ആൻഡ് ലേണിംഗ് പ്രോബ്ലംസ്. നമുക്കറിയാം കുട്ടികളുടെ പേഴ്സണൽ ആൻഡ് ലേണിംഗ് പ്രോബ്ലംസിന് ഗൈഡും ഹെൽപ്പും ഒക്കെ കൊടുക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. He has to deal with the students' problem reliably to provide awareness of the causes of them. കുട്ടികളുടെ പ്രോബ്ലംസിനനുസരിച്ചിട്ട് അവർക്ക് അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുക. എന്താണ് അതിന് കാരണം, എന്താണ് പ്രശ്നം എന്നുള്ള അവയർനെസ്സും കാര്യങ്ങളും കൊടുക്കുക. അതേപോലെ തന്നെ ക്യൂരേറ്റീവ് ടീച്ചിങ് ഈസ് അറേഞ്ച് ഫോർ വീക്ക് സ്റ്റുഡൻസ്. അതേപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് റെമഡിയൽ ടീച്ചിങ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതും ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. റോൾ ആസ് എ റിസർച്ചർ. ടീച്ചർ ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ഡീൽ വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അപ്പോൾ നമ്മളുടെ ക്ലാസ് റൂമിൽ സംഭവിക്കുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക, അത് ഡീൽ ചെയ്യാനുള്ളത് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. He should have the knowledge and for using action research. അപ്പൊ ഒരു കാര്യം ചെയ്യാനുള്ള നോളജും കഴിവും ആർക്ക് വേണം? ടീച്ചേഴ്സിന് വേണം. ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്ഷൻ റിസർച്ച് പ്രോജക്ട്.
അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രോബ്ലംസ് നമുക്ക് നല്ലൊരു ആക്ഷൻ റിസർച്ച് പ്രോജക്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. റോൾ ആസ് എ മാനേജർ, ടീച്ചർ ഷുഡ് നോ ദ ഫങ്ഷൻസ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജർ. എല്ലാ ടീച്ചേഴ്സും അവരുടെ ഫങ്ഷൻസും റെസ്പോൺസിബിലിറ്റി അതേപോലെ തന്നെ അതോറിറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കണം. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ മാനേജർ, ഏതൊരു മാനേജറിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സൂപ്പർവൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ടീച്ചിങ് പ്രോസസ്സ്. അപ്പോൾ മാനേജറിന്റെ ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചിങ് പ്രോസസ്സിന്റെ പ്ലാനുകൾ ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുക, അവർ സൂപ്പർവൈസ് ചെയ്യുക, കുട്ടികൾക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുക, അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല കൺട്രോൾഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. Now a teacher has a very wide area of obligations. ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയ ഓഫ് ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്വം കാര്യങ്ങൾ മാർക്കിൽ നിന്ന് ടീച്ചേഴ്സിനുണ്ട്. ഇനി റോൾ ആസ് എ ടീച്ചർ ആണ്. എ മാനേജർ ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ക്വാളിറ്റി. നമ്മള് ഒരു ലീഡർ എന്നുള്ള ഒരു ക്വാളിറ്റി ആർക്ക് വേണം? ടീച്ചർക്ക് വേണം. എ ടീച്ചർ ഷുഡ് ഫങ്ഷൻ ആസ് എ ലീഡർ ഓഫ് ഹിസ് ക്ലാസ്. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് ക്ലാസ് ലീഡർ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അക്കാഡമിക് ലീഡർഷിപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫങ്ഷൻ ഓഫ് എ ടീച്ചർ. ഒരു അക്കാഡമിക് ലീഡർഷിപ്പ് ആണ് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ നോളജ് ഓഫ് ടീച്ചിങ്, ട്രെയിനിങ്, ഇൻസ്ട്രക്ഷൻസ് can be effectively used by teachers in handling classroom activity. അപ്പോൾ ടീച്ചേഴ്സിന്റെ നോളജ് എങ്ങനെയാണ്, ടീച്ചിങ് നോളജ് എങ്ങനെയാണ്, ട്രെയിനിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു ലീഡറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിനെ ലീഡ് ചെയ്ത് കുട്ടികളെ എല്ലാവരെയും ആ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുള്ളത് ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. അപ്പോ നമ്മൾക്ക് ടീച്ചേഴ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോൾസ് ആണ് വഹിക്കേണ്ടത്. എന്തെല്ലാമാണ്? ടീച്ചർ ആസ് എ മാനേജർ, റോൾ ആസ് എ ടീച്ചർ, റോൾ ആസ് എ മാനേജർ, റോൾ ആസ് എ ലീഡർ, റോൾ ആസ് എ ഗൈഡ്, റോൾ ആസ് എ ഫിലോസഫർ ആൻഡ് റോൾ ആസ് റിസർച്ചർ. ഇത്രയും റോളിലൂടെയാണ് ഓരോ ടീച്ചേഴ്സും കടന്നു പോകുന്നത്. സോ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയേ. സപ്പോർട്ടീവ് ഡിവൈസും അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ റോളും ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, എല്ലാവരും റെഡി ചെയ്തോ? നെക്സ്റ്റ് ടോപ്പിക് ഇവാലുവേഷൻ ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. കാരണം ഇത്ര സ്പീഡിലാണ് ഫസ്റ്റ് ടോപ്പിക് കവർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ടഫായിട്ടുള്ള പോർഷനാണ് ആദ്യത്തത്. പിന്നെ ടീച്ചേഴ്സിന്റെ റോൾ മുതൽ ഇവിടെ വരെ അത്യാവശ്യം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ടോപ്പിക് വരുന്നത്. അപ്പൊ ആദ്യത്തെ ടോപ്പ് നമ്മൾ ഒന്നും കൂടി പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ. Thank you. Thank you, ma'am.